Hello, welcome to market discussion of the day. Today, October 22nd, 2025, Thursday Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേയായിട്ട് ഇന്നലെ നമ്മൾ ഗോൾഡിൽ കണ്ടിട്ടുള്ള ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു മൂവ്മെൻ്റ് ആണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് 4000 പിപ്പാണ് ഇന്നലെ ഒറ്റ ദിവസം ഗോൾഡ് മൂവ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് 4376 നിന്ന് മാർക്കറ്റ് ഇന്നലത്തെ മാത്രം മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 4080 വരെ ഓൾമോസ്റ്റ് 3000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഇന്നലത്തെ ദിവസം മാത്രം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറത്തെ മൂവ്മെൻറ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4000 പിപ്പ് വരെ പോയിട്ടുണ്ട്. 4376 നിന്ന് മാർക്കറ്റ് പോയത് എങ്ങോട്ടാണെന്ന് അറിയോ? 4005 വരെയാണ്. സോ ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റ് നോക്കിയപ്പോൾ 4005 അവിടെയൊക്കെ മാർക്കറ്റ് പോയിട്ട് തിരിച്ചു വന്നൊരു കാഴ്ച. 4005 4007 ലെവലിലോട്ടൊക്കെയാണ് മാർക്കറ്റ് പോയത്. സോ ദ വൈൽഡസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഗോൾഡ്. സോ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും പൈസ മൊത്തത്തിൽ അടിച്ച് പോയിട്ടുണ്ടാവും അല്ലേ? സോ ഈവൻ 0.1 ലോട്ടിൽ എടുത്തിട്ടുള്ള ഒരു $3000 $4000 അക്കൗണ്ട് ഉള്ള ആൾക്കാർ പോലും അക്കൗണ്ട് വാഷ് ഔട്ടായി പോയൊരു കാഴ്ച നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചു അല്ലേ? സോ ഇതാണ് മാർക്കറ്റ്, ഇതാണ് ഗോൾഡിൻ്റെ മാർക്കറ്റ്. സോ ഇന്നലെ ഞാൻ ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിൽ ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു 4330 അവിടെയായിരുന്നു മാർക്കറ്റ്. ഈ ഒരു ക്യാൻഡിലായിരുന്നു തോന്നുന്നു. ഓക്കെ, സോ അവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു 4330 മാർക്കറ്റ് എടുക്കരുത്, 4300 നിന്ന് എടുക്കരുത്. കാരണം ഒരു സൂചന വീണ്ടും മാർക്കറ്റ് തന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, 4350 അവിടെ നിന്ന് എടുത്തോ എന്നുള്ളൊരു കാര്യം ഞാൻ 4250 അവിടെയൊക്കെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെറിയ ലോട്ട് സൈസ് എടുക്കാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബേസിക്കലി 4250 അവിടെ നിന്ന് പെട്ടെന്നൊരു ക്യാൻഡിൽ 4272 വരെ പോയിട്ടുണ്ട്. സോ നമുക്ക് വേണ്ടുന്ന ടേക്ക് പ്രോഫിറ്റ് അവിടെ കിട്ടിയിട്ടില്ല. ചില ആൾക്കാർ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ബേസിക്കലി ഞാനും ആ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ബൈ എടുത്തിട്ടില്ല. കാരണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. $30 സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ടും എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. സോ ഇത് സ്വാഭാവികം തന്നെയാണ്. സോ അതിനുശേഷം വീണ്ടും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. കാരണം മാർക്കറ്റ് അത്രയും വൈൽഡസ്റ്റ് മൂവ്മെൻ്റ് ആണ്. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരുപാട് കറൻസീസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക്, GBP USD, യൂറോ USD, ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് തരും. അപ്പോൾ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഞാൻ ഈ സമയങ്ങളിൽ കുറച്ച് കാലമായിട്ട് ഞാൻ ഗോൾഡിൽ അധികം ട്രേഡ് ചെയ്യാറില്ല. കാരണം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു പോയിന്റ് ഇല്ല എവിടെ നിന്നാണ് ബൈ എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത് അല്ലേ. സോ ബേസിക്കലി ഞാൻ 4000 അവിടെ നിന്ന് ബൈ എടുക്കണം എന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ 4000 അവിടെ രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്നെ മാർക്കറ്റ് റിക്കവറായി 4130 എത്തി. ഇവിടെ ഞാൻ UK അപ്പം എന്താ പറയുക, മാർക്കറ്റ് ഞാൻ രാവിലെ അവിടുത്തെ ഓൾമോസ്റ്റ് ഒരു 11 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. സോ മാർക്കറ്റ് തിരിച്ചു പോയി. ബൈ ലിമിറ്റ് എടുത്ത് വെക്കാനായിട്ടുള്ളൊരു ധൈര്യമില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ബൈ ലിമിറ്റ് എടുത്ത് വെക്കാഞ്ഞത്. ഓക്കെ, സോ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇതേപോലെ ഗോൾഡിൻ്റെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റിനകത്ത് പോയി പെടാതിരിക്കുക. പെട്ട് കഴിഞ്ഞാലും ഗോൾഡിൽ ട്രേഡ് ചെയ്യണം എന്നുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ ഒരു കാരണവശാലും, ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഒരു കാരണവശാലും നമ്മളുടെ ഒരു 4 വട്ടം സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും നമ്മളുടെ 20% ഇക്വിറ്റിയുടെ 20% കൂടുതൽ പോകാൻ പാടില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. സോ എന്നും പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടും കാര്യമില്ല. സോ ഗോൾഡിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു $25 to $30 എങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം, ഒരു $45 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കണം. സോ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. 1:2 $60 എങ്കിലും സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് വെക്കണം. പക്ഷേ അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോയിലെങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കണം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു $10,000 ഉള്ള അക്കൗണ്ട് ഉള്ള ഒരാൾ എന്താ പറയുക, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 0.2 ലോട്ടിൽ കൂടുതൽ എടുക്കാതിരിക്കുക. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് കേട്ടോ. കാരണം നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ $900 പ്രോഫിറ്റ് കിട്ടും. അത് ഒരു ദിവസം തന്നെ കിട്ടും, അത് പോരെ നമുക്ക് അല്ലേ. സോ കാരണം നമ്മളിപ്പം ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇപ്പം ഒരു 0.2 ലോട്ടിൽ നമുക്ക് $30 അല്ലെങ്കിൽ $30 എന്ന് വെച്ചെടുക്കാം, അല്ലെങ്കിൽ $25 ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ $500 നഷ്ടപ്പെടും
അല്ലേ? അങ്ങനെ 4 വട്ടം അടിച്ചു കഴിഞ്ഞാൽ $2000 നഷ്ടപ്പെടത്തുള്ളൂ. അപ്പം നമ്മൾ ആ സ്ട്രാറ്റജി, നമ്മൾ പഠിച്ചിട്ടുള്ള സ്ട്രാറ്റജി ഏതായിക്കോട്ടെ, അത് കറക്റ്റായിട്ട് ആണെങ്കിൽ $10,000 $2,000 പോയി കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇക്വിറ്റിയിൽ നിന്ന് വെറും 20% മാത്രമേ പോകുന്നുള്ളൂ. സോ അതിൽ കൂടുതൽ റിസ്ക് ചെയ്യാതിരിക്കുക. കാരണം പല ആൾക്കാരും ഞാൻ കണ്ടു $10,000 വെച്ചിട്ട് ഒരു ലോട്ടിലൊക്കെ എടുക്കുന്ന ആൾക്കാർ ഒരു ഭാഗ്യ പരീക്ഷണം പോലെ അവരുടെ $25 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ $2,500 ഒറ്റ ട്രേഡിൽ നഷ്ടപ്പെടും. 4 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ മൊത്തത്തിൽ നഷ്ടപ്പെടും. സോ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസിൽ തന്നെ അവർ മെൻ്റലി ഡൗൺ ആവുകയും ഇമോഷണലി അവരുടെ താളം തെറ്റുകയും പിന്നീട് അത് ലോസിലോട്ട് പോവുകയും ചെയ്യുന്നതാണ് ആക്ച്വലി ഈ 90% ട്രേഡേഴ്സും ലോസിൽ പോകുന്നു എന്നുള്ളതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സ്ട്രാറ്റജീസ് അല്ല, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ആയിക്കോട്ടെ, നിങ്ങൾ പല സ്ട്രാറ്റജീസ് പല സ്ഥലങ്ങളിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ലോട്ട് സൈസ് എടുക്കുന്നതിനകത്തൊരു ഡിസിപ്ലിൻ കാണിച്ചാൽ, ഈ ഒരു രീതിയിലൊരു ഡിസിപ്ലിൻ കാണിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേഡറായിട്ട് മാറാൻ പറ്റും എന്ന് പറഞ്ഞ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു വട്ടം സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, അന്നത്തെ ദിവസം നമുക്കിപ്പം ഇന്നലെ തന്നെ 4,000 അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ബൈ ചെയ്യാം. അത്രയും താഴെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ 4,000 അവിടെ എന്തുകൊണ്ട് അപ്പം തന്നെ തിരിച്ച് കയറി എന്ന് വെച്ചാൽ 4,000 അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ടിട്ടാണ് 4,000 അവിടെ നിന്ന് എന്നും പറഞ്ഞ് ഒറ്റയടിക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോയത്. ഓക്കെ, സോ നേരെ മറിച്ച് മാർക്കറ്റ് കുറച്ചുകൂടെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ 3,980 അടുത്തൊക്കെ പോയി അവിടുന്ന് താഴോട്ട് ഒരു ക്യാൻഡിലെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് പിന്നെ അവിടുന്ന് താഴോട്ട് പോയേനെ. കാരണം അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽസ് സെല്ലേഴ്സ് പ്രസൻ്റ് ആയിട്ട് ഉള്ളൊരു സോണാണ് 3,980 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സ് ഉണ്ടാവും. 4,000 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. കാരണം അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളൊരു സോണാണ്. ഓക്കെ, സോ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഗോൾഡിൽ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ചെറിയ ലോട്ട് സൈസ് എടുക്കുക. ഓക്കെ, 4 വട്ടം സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഒരു കാരണവശാലും ഇക്വിറ്റി 20% കൂടുതൽ പോകത്തില്ല എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് എടുത്ത് പോവുക. ഇതെൻ്റെ ഒരു അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് കാലം ട്രേഡ് ചെയ്യാം. നമ്മുടെ ജീവിതകാലം മൊത്തം ഈ ഫോറക്സ് മാർക്കറ്റ് ഉണ്ടാവും. നമുക്ക് മന്ത്ലി ബേസിസിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഒരു $10,000 വെച്ച് ഒരു $1,000 വെച്ച് മാസം ഉണ്ടാക്കുന്നതല്ലേ ബെറ്റർ. അല്ലാതെ നമ്മൾ ഒരു ദിവസം തന്നെ $10,000 ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു തോട്ട് പ്രോസസ്സിനകത്ത് ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ. കാരണം ഇത് ഞാൻ പറയാനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ഫണ്ട് ഇന്നലെ ബ്ലോൺ ഔട്ട് ആയിപ്പോയി, വാഷ് ഔട്ട് ആയിപ്പോയി. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. ഡേഞ്ചർ ആണെന്ന് കണ്ടാൽ മാറി നിൽക്കുക. കാരണം മാർക്കറ്റ് ഇത്രയും ഒറ്റയടി, കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റ് ഒരു ഡെയിലി രീതിയിലോട്ട് പോയാൽ പോലും നമുക്കറിയാം ഓഗസ്റ്റ് 19, അതായത് ഓൾമോസ്റ്റ് ഒരു 2 മാസം മുന്നേ മാർക്കറ്റ് 3,300 കിടന്നതാണ്. ഓക്കെ, സോ കഴിഞ്ഞ ഒരു 2 മാസമായിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവണ്ടേ? അപ്പോൾ ആ ഒരു താഴ്ച ഒരു വലിയ താഴ്ചയായിട്ട് ഇന്നലെ വന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇതേ കണക്കുള്ള ചതിക്കുഴികൾ ഇനിയും ഉണ്ടാകും. ഓക്കെ, സോ അതിൽ നിന്ന് ഒഴിവാക്കാൻ, ആ ചതിക്കുഴിയെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ കറൻസീസിലോട്ട് മാറുന്നതാണ്. ഓക്കെ, സോ ആ കറൻസീസിലോട്ട് മാറുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ മൂവ്മെൻ്റ് ഒരു $100-150 മൂവ്മെൻറ്റ്, അതായത് 1000 തൊട്ട് 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഡെയിലി നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കാലം മുന്നേ വരെയുള്ള ഗോൾഡിൻ്റെ ഒരു ആവറേജ് മൂവ്മെൻറ്റ് മാക്സിമം ഒരു $45 to $60 മൂവ്മെൻ്റ് ആയിരിക്കും, അല്ലേ? സോ ബേസിക്കലി ഒരു EUR/USD അല്ലെങ്കിൽ GBP/USD എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവറേജ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു $10 to $15 അല്ലെങ്കിൽ ഒരു 100 to 150 പിപ്സിൻ്റെ മൂവ്മെൻ്റ് ആണ്. അതായത് ഗോൾഡിൻ്റെ ഒരു 1/4 മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് JPY എടുത്തു കഴിഞ്ഞാൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 200 പിപ്സിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. ഓക്കെ, സോ 150 to 200 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. സോ ബേസിക്കലി ഗോൾഡ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു 1/3 മൂവ്മെൻറ്റ് മാത്രമേ കറൻസീസിൽ, ഈ പറയുന്ന മേജർ കറൻസീസിൽ ഉണ്ടാവുന്നുള്ളൂ. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ 0.1 ലോട്ടിൽ എടുക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് കറൻസീസിൽ 0.3 ലോട്ടിൽ
ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും അല്ലേ. സോ അങ്ങനെ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സോ ബേസിക്കലി ഒരു $10 അല്ലെങ്കിൽ ഒരു 100 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായാൽ നമുക്കൊരു 0.3 ലോട്ടിൽ $300 പ്രോഫിറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ മിനിമം ഒരു $5 50 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായാൽ പോലും നമുക്കൊരു $150 മൂവ്മെൻറ്റ് നമുക്ക് കറൻസീസിൽ ഉണ്ടാവും. ഓക്കെ, ഉണ്ടാക്കിയെടുക്കാം. സോ ഗോൾഡിൽ 0.1 ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരു മിക്ക ആൾക്കാരും പ്രോപ്പറായിട്ടല്ല കേട്ടോ. ഗോൾഡിന് $30 സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് മിനിമം $40 ടേക്ക് പ്രോഫിറ്റ് വെക്കണം. സോ നമ്മൾ ഇമോഷൻ നമ്മളെ ചിലപ്പോൾ അനുവദിക്കത്തില്ല. $10-15 പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മളെടുത്ത് മാറും. ലോസിലോട്ട് പോകാൻ നേരത്തോ $50 ലോസ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ മാറില്ല. കാരണം എന്താ, മാർക്കറ്റ് തിരിച്ചു കയറും എന്നുള്ള നമ്മുടെ വിശ്വാസം. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. മാർക്കറ്റ് ആരുടെയും കയ്യിലല്ല മാർക്കറ്റ്. നമുക്കൊന്നും ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളൊരു ചെറിയ ഇതിനകത്തുള്ളൊരു റീറ്റെയിൽ കസ്റ്റമേഴ്സാണ്. ഓക്കെ, സോ ഇതിനകത്ത് കളിക്കുന്ന ബിഗ് പ്ലെയേഴ്സാണ്. അതായത് സെൻട്രൽ ബാങ്കുകൾ, വലിയ ഓരോ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കുകൾ. അതിലും മാർക്കറ്റ് ഇപ്പോൾ റേറ്റ് കൂടാനായിട്ടുള്ള വൺ ഓഫ് ദ റീസൺ ഞാൻ എപ്പോഴും പറയും, ബ്രിക്സ് കറൻസി ബാക്ക് ചെയ്യുന്നത് വൺ ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഗോൾഡാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൻ്റെ പല വലിയ മൂവ്മെൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബേസിക്കലി നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് നമ്മളുടെ ഇമോഷനാണ് നമ്മളെ ലോസിലോട്ട് കൊണ്ടുവരുന്നത്. സോ ഇമോഷണലി ബേസിക്കലി GBP പോലത്തുള്ള കറൻസീസിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ നമ്മൾ ഒരിക്കലും ഇമോഷൻ GBPക്ക് നമ്മുടെ ഇമോഷനെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇമോഷനെ നമുക്ക് ഓവർ നമ്മൾ കീഴ്പ്പെടുത്താൻ പറ്റില്ല GBPയുടെ മൂവ്മെൻറ്റ് വെച്ചിട്ട്. കാരണം അത് വളരെ ചെറിയ മൂവ്മെൻറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 100 പിപ്പിൻ്റെ അല്ലെങ്കിൽ 200 പിപ്പിൻ്റെ മൂവ്മെൻറ്റിന് താഴെ പോയാലും 0.3 ലോട്ടിൽ എടുക്കുന്ന ഒരാൾക്ക് മാക്സിമം $600 ആയിരിക്കും ലോസ് ആവുന്നത്. ഓക്കെ, $10,000-നകത്ത് $600 ലോസായ വലിയ കാര്യമുള്ള കാര്യമല്ല. സോ ഈവൻ ഒറ്റ ട്രേഡിനകത്ത് 200 പിപ്പ് താഴെ പോയാലും $2,000 മൂവ്മെൻറ്റ് ലോസേ നമ്മൾ കാണുന്നുള്ളൂ. അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല അല്ലേ. ഒരു ലോട്ടിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ $10 പോയി കഴിഞ്ഞാൽ $1,000 പ്രോഫിറ്റായി. സോ ബേസിക്കലി എനിക്കിതൊക്കെയാണ് പറഞ്ഞു പോകാനായിട്ടുള്ള ഫസ്റ്റ് കാര്യം. ബേസിക്കലി ട്രേഡിങ്ങിനകത്ത് നമ്മൾ ഗോൾഡിനകത്ത് മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം മറന്നിട്ട്, ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് വെക്കുക. അന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ മിണ്ടാതിരിക്കുക, മാറിയിരിക്കുക. ഈ ഒരു ഇത്രയും ലോട്ട് സൈസ് ഇത്രയും 20% കൂടുതൽ 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും എൻ്റെ ഇക്വിറ്റിയിൽ വെറും 20% മാത്രമേ നഷ്ടപ്പെടുള്ളൂ. ഈ റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സ്ട്രാറ്റജി എന്തോ ആയിക്കോട്ടെ, ഈ റൂള് ഫോളോ ചെയ്താൽ സക്സസ്ഫുൾ ആവും 100%. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നമ്മളുടെ പുതിയ ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കേണ്ട എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നതെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. ദയവ് ചെയ്ത് ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കാമെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. ഇന്ത്യൻ ടൈമാണ് 7:30ക്കും 10:30ക്കും സെയിം കാര്യങ്ങളാണ് 2 സമയത്തും പറയുന്നത്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ ഇന്ന് നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് ആദ്യമേ പോയിട്ട്, പൊളിറ്റിക്കലായിട്ടും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അതും നമ്മളൊന്ന് നോക്കിയിരിക്കണം. സോ ഇപ്പോൾ CPIയുടെ ന്യൂസ് വന്നു. GBP അത് കറക്റ്റ് നമ്മുടെ പൗണ്ടിനെ GBP USDനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്ത ന്യൂസാണ്. 3.8% ആണ് വന്നത്. 4.2% ആയിരുന്നു ഫോർകാസ്റ്റ്. പ്രീവിയസ് 3.8%. വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഫോർകാസ്റ്റിനെക്കാട്ടി ചെറിയൊരു മാറ്റം ഉണ്ടായതുകൊണ്ട് GBP നമുക്കറിയാം. GBP ഒറ്റയടിക്ക് കഴിഞ്ഞ ക്യാൻഡിൽ UK ഓപ്പണായ സമയത്ത് ഒറ്റയടിക്ക് താഴോട്ട് പോയി. സോ വലിയൊരു മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ ഞാൻ അവിടെ 1.3433 അവിടെ ഇട്ടിരുന്ന സ്റ്റോപ്പ് ലോസ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി. കാരണം വലിയൊരു ചേഞ്ച് ഒന്നും ഇല്ല, മാർക്കറ്റ് തിരിച്ച് കയറും എന്നുള്ളൊരു വിശ്വാസം
ഉണ്ട് GBPയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, കാരണം ഇതൊരു കഴിഞ്ഞ ആഴ്ചയൊക്കെ GBPയുടെ വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ്, അതായത് ക്ലെമൻ കൗണ്ട് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ ന്യൂസ് വന്നപ്പോൾ മാർക്കറ്റ് എത്ര താഴെ പോയെന്നറിയോ? 1.3250 വരെ പോയിട്ടുണ്ട്. അവിടുന്ന് തിരിച്ചു കയറി, ഒരു ദിവസം 2 ദിവസം കൊണ്ട് തിരിച്ചു കയറി. സോ ഇതാണ് GBP, കാരണം GBP പോസിറ്റീവാണ്, GBP അപ് ട്രെൻഡ് ആണ്. ഓക്കെ, സോ ഇതേപോലത്തുള്ള ന്യൂസുകൾ വരുന്ന സമയത്ത് ആക്ച്വലി മാറി നിൽക്കേണ്ടതാണ്. കാരണം എന്താ പറയുക, എനിക്ക് മാറി നിൽക്കാനായിട്ട് സാധിച്ചില്ല. കാരണം എനിക്കൊരു ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു, വളരെ ചെറിയ പൊസിഷനാണ്, വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത പൊസിഷനാണ്. അതുകൊണ്ട് ഞാൻ ലോങ് ടേമിലോട്ട് ഞാൻ അത് ബൈ ചെയ്തിട്ടതാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് വലിയ കുഴപ്പമില്ല. ഓക്കെ, അതിനുള്ള ഇക്വിറ്റി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇക്വിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇക്വിറ്റി ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്യാനും പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ് കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഇക്വിറ്റി ഇല്ലാത്ത ആൾക്കാർ ചെയ്യരുത്. ഞാൻ GBP പറ്റി വിചാരിച്ചേക്കുന്നത്, എനിക്ക് എന്താ പറയുക, ലോ പോയിന്റ്സ് എല്ലാം ഞാൻ ബൈ പോയിന്റ് ആയിട്ട് എടുക്കും, കാരണം ഇക്വിറ്റി ഉണ്ട്, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ ബേസിക്കലി GBPയിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ 1.3300 അവിടുന്ന് ബൈ ലിമിറ്റ് ഇട്ട് നമുക്ക് ചെയ്യാം. സോറി, ഞാൻ ടെക്നിക്കൽ സൈഡിലോട്ട് പോയി. നമുക്ക് നേരെ നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിലെ ന്യൂസുകൾ തന്നെ എടുത്ത് നോക്കി പോവാം. ഓക്കെ, GBPയുടെ ന്യൂസ് വന്ന് നെഗറ്റീവായിരുന്നു GBPയിൽ. അതേപോലെ 1.25 നമുക്ക് നമ്മളുടെ ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്, യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും, പുള്ളിക്കാരത്തി എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അത് കമ്മോഡിറ്റീസിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും, ഗോൾഡിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. സോ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രൂഡ് ഓയിലിൻ്റെ ന്യൂസ് വരുന്ന സമയത്ത് നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം. കാരണം ബ്രിക്സ് കറൻസി ബാക്ക് ചെയ്യുന്നതിനകത്ത് ക്രൂഡ് ഓയിലും ഉൾപ്പെടും. ഓക്കെ, നമുക്ക് നാളത്തെ ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്, എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. ഇത് രണ്ടുമാണ് നാളത്തെ ന്യൂസ്. പക്ഷേ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. CPI ഫ്രം US വരുന്നുണ്ട് വെള്ളിയാഴ്ച. സോ അതുകൊണ്ടിട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ് ഇന്ത്യൻ ടൈമിംഗ് ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നമ്മൾ നേരെ നമ്മളുടെ എന്താ പറയുക, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് റഷ്യ-ഉക്രൈൻ വാറിൻ്റെ സമാധാന ചർച്ച US പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റുമായിട്ട് നടക്കാനായിട്ടിരുന്നു. അത് പോസ്റ്റ്പോണ്ടായി. അത് വീണ്ടും ഗോൾഡിൽ സമ്മർദ്ദം കൂട്ടുകയും ഗോൾഡ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് അതൊക്കെ ഈ ന്യൂസുകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മീറ്റിംഗ് ഹംഗറിയിൽ വെച്ച് നടക്കാനിരുന്നതാണ്. സോ ഈ ഒരു മീറ്റിങ്ങിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് US പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതും ഡയറക്റ്റ്ലി മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് US മാർക്കറ്റ് ടൈമിങ്ങിനാണ്. എന്താ പറയുക, US മാർക്കറ്റ് മാത്രം ഓടുന്ന സമയമുണ്ടല്ലോ. ഇന്ത്യൻ ടൈമിംഗ് ഒരു 6:30-ക്ക് ശേഷം ആ ഒരു 2-3 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനത്തുള്ള ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ആ ഒരു സമയത്ത് വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അതിനകത്ത് എന്താ പറയുക, നമ്മൾ പാനിക് ആവാതിരിക്കുക. അതിനെക്കാട്ടും നല്ല കാര്യം ഗോൾഡിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് ടോട്ടലി ടെക്നിക്കലായിട്ട് നോക്കിക്കാണാവുന്നൊരു ദിവസമാണ്. ഈ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളുണ്ട് കേട്ടോ. അത് അല്ലാത്ത പക്ഷം നോർമലി നമ്മൾ പണ്ടൊക്കെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളൊന്നും നോക്കത്തില്ലായിരുന്നു. ഇപ്പോഴാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നൊക്കെ ന്യൂസുകളൊക്കെ നോക്കാൻ തുടങ്ങുന്നതല്ലേ. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ JPYയിലോട്ട് തന്നെ പോവാം. 151.7645 വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ 150 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ള എല്ലാ ആർക്കും തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവില്ല. ഞാൻ 149.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നാണ് പറഞ്ഞത്. സോ അവിടെ കൊണ്ടുവച്ചിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവിടെ കൊണ്ടുവച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ താഴെ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അവർക്ക് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 152 വരെയുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും 150 അടുത്തുനിന്ന് ബൈ ചെയ്ത് വീണ്ടും നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് നമ്മളുടെ JPYയിൽ USD JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് നേരത്തെ തന്നെയാണ് കേട്ടോ. നേരെ 152 മുകളിലായിട്ട് രണ്ട് മാർക്കറ്റ് ഓപ്പണിങ്ങിന് ഒന്നും കൂടെ ഞാൻ പറയാം. മാർക്കറ്റ് ഓപ്പണിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഞാൻ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഓപ്പണിങ്സിനും ക്ലോസിങ്ങിനും ബേസിക്കലി സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ട് ആണ് ആക്ച്വലി ഞാൻ ട്രേഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ,
സോ നമുക്ക് മാർക്കറ്റ് ഓപ്പണിങ്സ് എന്ന് പറയുമ്പോൾ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഞാൻ ആ സമയത്ത് എഴുന്നേക്കാറില്ല, ഇവിടെ 3 മണിയാണ്. പക്ഷേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ ഇന്ത്യയിലുള്ള സമയത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, കാരണം ഹോങ്കോങ്ങും സിംഗപ്പൂരും ഓപ്പൺ ആയതിനു ശേഷം ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഒന്ന് സജീവമാകുന്ന ഒരു സമയമാണ് 7:30 എന്ന് പറയുന്നത്. അതിനുശേഷം രാവിലെ 11:30 ഇന്ത്യൻ ടൈമിംഗ് 11:30 യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് സപ്പോർട്ടും റെസിസ്റ്റൻസും അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് ടൈമിങ്ങിന് 1 അവർ ക്യാൻഡിൽ അതിൻ്റെ മുകളിലാണോ താഴെയാണോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ തീരുമാനമെടുത്ത് പോകുന്നത്. ഓക്കെ, അതിനുശേഷം 2:30 നമ്മളുടെ ഏഷ്യ ക്ലോസ് ആവുന്നൊരു സമയമുണ്ട്. ആ ഒരു സമയം ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്. 6:30 US ടൈമിംഗ് മാത്രം ഓപ്പൺ ആവുന്ന ഒരു സമയമുണ്ട്. 6:30 ഇന്ത്യൻ ടൈമിംഗ് 6:30. അതിനുശേഷം 8 നമുക്ക് യൂറോപ്പ് ക്ലോസ് ആവുകയും ചെയ്യും. സോ ഇതാണ് ടൈമിങ്സ്. അപ്പോൾ ഈ ടൈമിങ്സ് വെച്ചിട്ടാണ് ബേസിക്കലി ഞാൻ തീരുമാനങ്ങൾ എടുത്ത് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. സോ ബേസിക്കലി നമുക്ക് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് 152 മുകളിലായിട്ട് GBP. സോ ബേസിക്കലി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഗോൾഡിൽ കിട്ടില്ല. ഗോൾഡിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഗോൾഡ് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നേരെ മറിച്ച് JBP, JPY, യൂറോ, USD ഇതിലൊക്കെ നമുക്ക് മനസ്സിലാവും. സോ അതുകൊണ്ട് ഈസിലി എനിക്ക് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു കാര്യം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നേരെ JPYയിലോട്ട് പോകുമ്പോൾ 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ നമുക്ക് 152 മുകളിലായിട്ടാണ് മാർക്കറ്റ് എങ്കിൽ 152 അവിടുന്ന് ബൈ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഓക്കെ, അല്ലാത്ത പക്ഷം 150 വരെ വെയിറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. 150 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ. 150 അവിടെ നിന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 149.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം, നിർബന്ധമായിട്ടും വെക്കണം. ഓക്കെ, സോ 152 മുകളിലായിട്ട് ബൈ ചെയ്യുന്ന ആൾക്കാർ മിനിമം ഒരു 60 പിപ്പിൻ്റെ എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യണം. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.16052 നിൽക്കുന്നു. ഓക്കെ, യൂറോ ഇന്നലെ ഒരു ക്യാൻഡിൽ പോലും 1.1600 താഴെ പോയിട്ടില്ല. സോ ഇന്ന് ജസ്റ്റ് 2-3 ക്യാൻഡിൽസ് ജസ്റ്റ് ഒന്ന് ഷാഡോ ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ 1.1600 മുകളിൽ തന്നെയാണ്. പാർഷ്യലി വേണമെങ്കിൽ നമുക്ക് 1.1600 ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഇപ്പോൾ ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 0.5 ലോട്ട് നമുക്ക് ഇപ്പോൾ ബൈ ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് 1.1500 ബൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്നിട്ട് 1.1440 താഴെ സ്റ്റോപ്പ് ലോസും വെക്കണം. വൈഡായിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും തെറ്റില്ലാത്ത കാര്യമാണ്, കാരണം യൂറോ USD അപ് ട്രെൻഡ് ആണ്. ഓക്കെ, സോ GBP USDയിലോട്ട് വരുമ്പോൾ GBPയും സെയിം തന്നെയാണ്. സോ ഇന്നലെ ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. 1.3400 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഞാൻ പറഞ്ഞത് അല്ലേ. 1.3340 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലത്തെ ന്യൂസിനകത്ത് അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുമുണ്ട്. സോ ബേസിക്കലി അത് ഉള്ളതാണ്, കളിയിലുള്ളതാണ്. അങ്ങനെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് 1.3300 അവിടെ വീണ്ടും കിട്ടിയാൽ 1.3300 അവിടെ കിട്ടിയാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 1.3240 താഴെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് വെക്കണം. അതിൻ്റെ താഴെ അതല്ല, 1.3240 അല്ല, 1.3240 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അത് നിങ്ങൾ 3240 കൊണ്ടുവച്ചാൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് 4141. നോ കമൻസ് ഇൻ ഗോൾഡ്. എനിക്കറിയില്ല, എനിക്കിപ്പോൾ പറഞ്ഞു തരാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 4000 അടുത്ത് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 4000 അടുത്ത് കിട്ടിയാൽ ബൈ ചെയ്ത്, ഇതാണ് സേഫ് ആയിട്ടുള്ള എൻട്രി കേട്ടോ. ഇല്ലാത്ത പക്ഷം നമുക്ക് 4130 എന്ന് പറയുന്ന 4160 താഴെയായിട്ട് ഒരു ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. 4160 താഴെയായിട്ട് ഒരു ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 4080 താഴെയായിട്ട് 4080 താഴെയായിട്ട് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 4080 താഴെ. സോ 4080 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്. ഓക്കെ, പക്ഷേ ആ സപ്പോർട്ട് എടുത്താൽ പോലും ആ സപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. പ്രോപ്പറായിട്ട് 1 അവർ ക്യാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ എന്താണ്, ഒരു ഒറ്റ ക്യാൻഡിലാണ് 4080 താഴെ പോയത്, 4074. ഓക്കെ, സോ 4080 താഴെയായിട്ട് മാർക്കറ്റ് പോയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും
നമുക്ക് 4080 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ലോട്ട് ബൈ ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് $30 സ്റ്റോപ്പ് ലോസ്, 4050 അവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. ഒരു $60 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് ഗോൾഡിലുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് താഴെ പോയി 4000 വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതാണ് 2 ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം നമുക്ക് ഇതെല്ലാം 4080 എന്ന് പറയുന്ന തീരുമാനം എടുക്കുന്നത് ഒരു അവർലി ക്യാൻഡിൽ 4080 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള രണ്ടാമത്തെ ആ ഒരു കടമ്പ എന്ന് പറയുന്നത്. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ അല്ലാത്ത പക്ഷം ഒരു 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 എന്താ പറയുക, ഒരു പോയിൻ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 4230 സോ 4230 മുകളിലും താഴെയും 4230 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയും ഇന്ന് രാത്രി മാർക്കറ്റ് 4230 മുകളിലാണ്. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 4230 മുകളിലാണെങ്കിൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അല്ല നേരെ പറിച്ച് 4230 താഴെയായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് അവസാനിക്കുന്നത്, ഓൾമോസ്റ്റ് 7:30 മണിക്ക് 4230 താഴെ തന്നെയാണ് എങ്കിൽ അവിടെ നമുക്ക് സെല്ല് ചെയ്ത് പോവുകയും ചെയ്യാം. സെയിം കണ്ടീഷൻസ് ആണ് നമുക്ക് 4180 അവിടെ എനിക്ക് പറയാനായിട്ടുള്ളത്. 4180 മുകളിലായിട്ടാണ്, അടുത്തൊക്കെയാണ് നാളെ രാവിലെ 7:30 മണിക്കെങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഗോൾഡിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാക്സിമം ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക, കാരണം ചതിക്കുഴികളാണ്. ഓക്കെ, സോ ബേസിക്കലി ഈ ചതിക്കുഴികളെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാം. എങ്ങനെ മാറ്റാം? വേറെ കറൻസീസിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഗോൾഡിലുള്ള പക്ക ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് ബ്രോക്കർ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും, സോ നമ്മളൊരു കമ്പനി എടുക്കാൻ നേരത്ത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ റെഗുലേഷൻസ് തന്നെയാണ് അല്ലേ. സോ റെഗുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ UK ബേസ് ചെയ്തിട്ട്, UAE ബേസ് ചെയ്തിട്ടുള്ള, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള 4 മേജർ റെഗുലേഷൻസ് ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് $100,000 വരെ ലോയിഡ്സ് ബാങ്ക് നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. സോ ഇതിലോട്ട് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിലൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം, എങ്ങനെയാണ് എന്താണ് സ്വാപ്പ് ഫ്രീ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് നീണ്ടുപോയിരുന്നു, സോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഡെപ്പോസിറ്റ് ബോണസ്, ഓക്കെ, UK ക്ലയൻസിന് 100% ഡെപ്പോസിറ്റ് ബോണസും, യൂറോപ്യൻ ക്ലയൻസിന്, ഇന്ത്യൻ ക്ലയൻസിനടുത്താണെങ്കിൽ $1500 50% ആണ് നമുക്ക് ബോണസായിട്ട് തരുന്നത്. ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസും, സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും നമുക്ക് 20% ബോണസും കമ്പനി തരുന്നതായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ നമ്മളുടെ ഈ പറയുന്ന സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർ ട്രേഡറിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ആപ്പ് ത്രൂ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് കോഡ് ഉണ്ടാവും. അത് ത്രൂ ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.